അനിമോൾക്ക് ജിഷിനും പ്രവീണും കൂടെ മോട്ടിവേഷൻ കൊടുക്കുകയാണ്. നീ ആരെന്ത് പറഞ്ഞാലും തളരരുത്. 96 ദിവസം എങ്ങനെ നിന്നോ അതുപോലെ ഇനിയുള്ള 4 ദിവസം കൂടെ ഉള്ളൂ. അതിലും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം. ഇനിയും പുറത്തുനിന്ന് കുറച്ച് പേര് വരാനുണ്ട്. അവരൊക്കെ ആ പറയുന്നവരുടെ സൈഡേ നിൽക്കുകയുള്ളൂ. കാരണം നിനക്കറിയാമല്ലോ ആരൊക്കെയാണ് നിനക്ക് എതിരുള്ളവർ. അപ്പോൾ അവരെന്തായാലും ഇന്നലത്തെ ഇതൊക്കെ കണ്ടിട്ട് കൂടുതലും അവരെ സപ്പോർട്ട് ചെയ്യും. അപ്പം നീ തളരാനും പോരുത്, കരയാനും പോരുത്. പറയുന്നവർ പറയട്ടെ എന്ന് ഓർക്കണം. ഞങ്ങൾക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആ ടൈമിനൊന്നും പറ്റത്തില്ല. കാരണം ഞങ്ങളും ഗസ്റ്റായിട്ട് നിൽക്കുവാണ് ഇവിടെ. പക്ഷേ ഇവിടെ നിന്ന് കളിക്കുകയായിരുന്നെങ്കിൽ നമുക്കും പറയാമായിരുന്നു. അതുകൊണ്ട് നീ ഒരിക്കലും തളരാതെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം. കാരണം നിന്നെ തളർത്താൻ വേണ്ടി തന്നെയാണ് ഇവർ വന്നിരിക്കുന്നത്. അല്ലേ പറയേണ്ട കാര്യം പുറത്ത് പോയി പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്നും പറഞ്ഞ് അഭിലാഷും ജിഷിനും പറയുകയാണ്. എന്നിട്ട് അവർ പറയുന്നു, പക്ഷേ നിന്നെ സമാധാനിപ്പിക്കാൻ പറ്റും, അത് ഞങ്ങൾ വന്ന് സമാധാനിപ്പിച്ചോളാം. ആ ടൈമിന് ആരെന്ത് പറഞ്ഞാലും ആ ടൈമിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നലത്തേലും ശക്തമായ വഴക്ക് ഒരുപക്ഷെ ഇന്ന് പലരും വന്ന് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടിട്ട് വേണം നീ നിൽക്കാൻ എന്നും പറഞ്ഞ് നല്ല രീതിയിൽ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് അഭിലാഷും ജിഷിനും. അപ്പോൾ അനിമോൾ പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കണമെന്നില്ല, മരിച്ചാൽ മതിയായിരുന്നു, അല്ലെ എനിക്കിപ്പോൾ വീട്ടിൽ പോകണം. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയൊന്നും തോന്നരുത്, അങ്ങനെ തോന്നിയാൽ അവർ വിജയിക്കും, അതിനു വേണ്ടിയാണ് അവർ ഈ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അനിമോളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.